നമ്മൾ ഈ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ കേരളത്തെ സംബന്ധിച്ചൊരു സ്വപ്നമായിരുന്നു. ഇപ്പോൾ ഞാനൊക്കെ അമ്മ, ഒളിവർ ട്വിസ്റ്റ് പോലെയുള്ള കൃതികൾ വായിക്കുന്നു, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സാഹിത്യം വായിക്കുന്നു, അല്ലെങ്കിൽ ഒളിവിലെ ഓർമ്മകൾ പോലെയുള്ള മുമ്പേ പറക്കുന്ന പക്ഷികൾ പോലെയുള്ള ഇടത് സാഹിത്യം വായിക്കുകയാണ്. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ പ്രശാന്ത സുന്ദരമായ ഒരു ലോകത്തെ ആയിരുന്നു നമ്മൾ സ്വപ്നം കണ്ടിരുന്നത്. അതേ പറ്റിയിട്ടുള്ള ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. അവിടെ പോയി ഒന്ന് കാണണം, ആ സ്ഥലമൊക്കെ എങ്ങനെയാണെന്ന്, ഇവിടുത്തെ പോലെ ദാരിദ്ര്യമില്ലാത്തൊരു സ്ഥലമായിരിക്കില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു. അതേപോലത്തെ ഒരു കാലാവസ്ഥയിലായിരിക്കും ഒരു പക്ഷേ ജീവിച്ചിട്ടുണ്ടാവുക. സോവിയറ്റ് നാട് പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, മോസ്കോ പബ്ലിക്കേഷൻസൊക്കെ. അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും മനസ്സിലായത് എന്താണെന്നുള്ളതും. പിന്നെ ഈ നമ്മുടെ പിൽക്കാലഘട്ടത്തിലാണ് കൂട്ടക്കൊലകളെക്കുറിച്ച് പഠിക്കുന്നത്. സ്റ്റാലിൻ എന്ന് പറയുന്നത് അത്തരം ഒരു പിക്ചറല്ല നമ്മളൊന്ന് മനസ്സിലാക്കും. ആ സ്ഥലത്തൊക്കെ പോയി നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചരിത്രബോധത്തിനപ്പുറത്തേക്ക് അവരനുഭവിച്ച ക്രൂരതകളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ, ഹോണ്ട് ചെയ്യുന്ന ഓർമ്മകൾ, ചിലപ്പോൾ നമ്മൾ ആരും അറിയാതെ, എപ്പിസോഡിലൊന്നും ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല, സന്തോഷമായിട്ട് ചിലപ്പോൾ കരഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ അത് മാനസികമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നിൽക്കുമ്പോൾ അത് ഹോണ്ട് ചെയ്തിട്ടുണ്ടാവില്ലേ ഒരുപാട് കാലം? ഒത്തിരി സ്ഥലങ്ങൾ അങ്ങനെയുണ്ട്, ഒത്തിരി സ്ഥലങ്ങളുണ്ട്. നമ്മൾ മലയാളികളോട് പറഞ്ഞാൽ വിശ്വസിക്കാത്ത സ്ഥലങ്ങളുണ്ട്. ഗുലാഗുകൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഗുലാഗ് എന്ന് പറയുന്നത് ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളേക്കാൾ ക്രൂരമായ സാധനങ്ങളായിരുന്നു. ഞാനൊരിക്കൽ എക്കാത്രിൻബർഗ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ കൂടെ യാത്ര ചെയ്തു, സൈബീരിയൻ യാത്രക്കിടയ്ക്കിലാണ്. അവിടെ ചെല്ലുമ്പോൾ എക്കാത്രിൻബർഗിലെ ഇന്നതൊരു ടൂറിസ്റ്റ് ആകർഷണമാണ്. വലിയൊരു പ്രദേശത്ത് അവിടെ ഒരു ഗുലാഗ് ഉണ്ടായിരുന്നു. ഈ എക്കാത്രിൻബർഗ് പട്ടണത്തിൽ ഗുലാഗ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പാണ്. സ്റ്റാലിന് ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ അതിന് രാഷ്ട്രത്തിന് വെല്ലുവിളിയാകും എന്ന് കരുതുന്ന, അല്ലെങ്കിൽ ആ ഭരണത്തിനെതിരെ നിൽക്കുന്നു എന്ന് കരുതുന്ന രാഷ്ട്രീയക്കാരെ, അല്ലെങ്കിൽ അവിടുത്തെ ബുദ്ധിജീവികളെ, അതിന് ക്രിമിനലുകളെയും അതിനകത്ത് കാണുമായിരിക്കാം, അവരെയൊക്കെ ഇത്തരം ഗുലാഗുകളിലേക്ക് അയച്ചിരുന്നു സൈബീരിയൻ പ്രദേശത്തെ. അത് നിർബന്ധിത തൊഴിലിടമാണ്. അവിടെ ഖനികളോടനുബന്ധിച്ചൊക്കെയാണ് ഇത്തരം ഗുലാഗുകൾ വരിക. അവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല, ജീവിതകാലം മുഴുവൻ അവിടെ അടിമപ്പണിയാണ്. പിന്നെ ഈ ഗുലാഗുകളിൽ, ഈ കാത്തറിൻബർഗിലെ ഒരു ഗുലാഗിൽ ഏതാണ്ട് 25,000 ആളുകളുടെ അസ്ഥികൂടങ്ങളാണ് ഈ 90-കൾക്ക് ശേഷം മാന്തിയെടുത്തത്. എന്നിട്ട് അവിടെ കൊല്ലപ്പെട്ടവരുടെ പിന്നെ പേരുകൾ അതാരാണെന്ന് പിന്നെ അന്വേഷിച്ച് കണ്ടെത്തി അവരുടെ മുഴുവൻ പേരും അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ പ്രായം ഉൾപ്പെടെ അവിടെ ശിലകളിൽ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്തൂടെ ഞാൻ നടന്നിട്ടുണ്ട്. അവിടേക്ക് ചെന്ന് കഴിയുമ്പോൾ ഞാൻ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോയി നിന്ന് അവിടുത്തെ യാതനയും ദുരിതവും ഒക്കെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം ഒരു അന്യവംശത്തെ അവർ കൊന്നേ. അവർക്ക് ഭീഷണിയാകുമെന്ന് കരുതിയ ഒരു ജനവിഭാഗത്തെ അവർ കൊന്നത്. ജൂതന്മാരെന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തെ, ജർമ്മനിക്ക് ഏറ്റവും വലിയ ശത്രുക്കളാകുമെന്ന് കരുതി അതിനൊരു കാരണം അവർ കണ്ടുപിടിച്ചു തന്നു. ഇത് സ്വന്തം ജനത്തെയാണ്, സ്വന്തം പൗരന്മാരെയാണ്, സ്വന്തം സഹോദരങ്ങളെയാണ്. അപ്പം ഇതൊക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിതൊക്കെ കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നത് എങ്ങനെയാണ്, നമ്മൾ റിഫൈൻഡ് ആവുന്നത് എങ്ങനെയാണ്? ലോകത്ത് ഏറ്റവും നന്മ എന്ന് പറയുന്ന ഒന്നിനുമില്ല. കത്തോലിക്ക സഭ ഇന്ന് ഏറ്റവും ആത്മീയ കാര്യങ്ങളും നല്ല കാര്യങ്ങളും ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുന്ന, ബൈബിളിനെ ആസ്പദമാക്കി ജീവിക്കുന്ന ഒരു ജനസമൂഹം ആണെന്ന്, അല്ലെങ്കിൽ ഒരു പുരോഹിത വർഗമൊക്കെ ഉള്ള ഈ സംവിധാനം യൂറോപ്പിനെയൊക്കെ എങ്ങനെയാണ് ഒരു കാലത്ത് അടക്കി ഭരിച്ചിരുന്നത്? അവരെങ്ങനെയാണ് അവരുടെ പുരോഹിതന്മാരെയും മിഷണറിമാരെയും കൂടെ കൂട്ടി ലാറ്റിൻ അമേരിക്കയിലേക്കൊക്കെ പരിവേഷണത്തിന് വിട്ടത്, അവിടെയൊക്കെ കോളനിയാക്കി മാറ്റിയത്? ഈ പ്രീച്ചിങ് ഒക്കെ പഠിച്ച ആളുകൾ തന്നെയല്ലേ ആഫ്രിക്കയെ അവിടെ പോയി മനുഷ്യരെ അടിമകളാക്കി വിറ്റ് നടന്നിരുന്നത്? ഇതിനൊക്കെ സഭയുൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടെ നിന്നിട്ടുണ്ട്. എതിർത്തിട്ടുണ്ടാവാം, പക്ഷേ ഭരിക്കാനും തീരുമാനങ്ങളെടുക്കാനും കഴിവുള്ളൊരു സമയത്തും അവർ നിശബ്ദത പാലിച്ചിട്ടുണ്ട്. അതിനൊക്കെ പഴയ പോപ്പുമാരൊക്കെ ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം തന്നെ ഞാൻ പ്രഖ്യാപിക്കുന്ന ഒരു സാധനം അല്ലത്. എന്തിനാണ് ജോൺ പോൾ രണ്ടാമനും ഫ്രാൻസിസ് പോപ്പും ഒക്കെ ക്ഷമത പറഞ്ഞത് പിന്നെ സമൂഹത്തോട്? അപ്പം ലോകത്തെ പെർഫെക്റ്റ്, എല്ലാം തികഞ്ഞത് എന്ന് പറയുന്ന ഒന്നില്ല എന്നുകൂടെ നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാവും. ഏത് രാജ്യത്ത് ചെല്ലുമ്പോഴും, ഈ സോവിയറ്റ് യൂണിയനിലെ അല്ലെങ്കിൽ ഇന്നത്തെ റഷ്യയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം എന്താണെന്നറിയോ? ലോകത്ത് എവിടെയും ഉള്ളതുപോലെ തന്നെ രണ്ട് എക്സ്ട്രീം നിങ്ങൾക്ക് ഒരിടത്തും ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്നില്ല. അതായത് ഉള്ളവനും ഇല്ലാത്തവനും ഇവിടെയെല്ലാം നിങ്ങൾക്ക് കാണാം. നിങ്ങൾ മോസ്കോയിലേക്ക് ചെന്നാൽ ലോകത്തെ ഏറ്റവും സുന്ദര നഗരമാണ് അന്നും ഇന്നും, ഏറ്റവും ആഡംബരത്തിൽ നിറഞ്ഞ നഗരമാണ് അന്നും ഇന്നും. എന്നാൽ റഷ്യയുടെ ഉൾഗ്രാമങ്ങളിലേക്ക്, സൈബീരിയയുടെ ഉൾഗ്രാമങ്ങളിലെ
ഉൾപ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലേക്ക് ചെന്നാൽ, അല്ലെ പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന ഉസ്ബെക്കിസ്ഥാനിലെയോ കസാക്കിസ്ഥാനിലെയോ ഉൾഗ്രാമങ്ങളിലേക്ക് ചെന്നാൽ ഇന്നും മറിഞ്ഞു വീഴാറായ മരവീടുകളിൽ ജീവിക്കുന്ന മനുഷ്യരെ കാണാം. മനസ്സിലല്ലേ? തജിക്കിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ, പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന തജിക്കിസ്ഥാൻ്റെ ഉൾനാടുകളുടെ എത്രയോ ഞാൻ യാത്ര ചെയ്തു. കഴിഞ്ഞ 50 വർഷമായിട്ട് ഈ മറിഞ്ഞു വീഴാറായ മരവീടുകളിൽ ഇന്നും വസിക്കുന്ന പട്ടിണിപ്പാവങ്ങളുടെ എത്രയാ കഥകൾ ഞാൻ വിഷ്വൽസ് ഞാൻ കാണിച്ചിരിക്കുന്നത്. എത്രയോ ഗ്രാമങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ചിരിക്കുന്നു. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്നും അവർക്ക് പുരോഗതികാരിയായിട്ട് വന്നിട്ടില്ല എന്നുള്ള മറ്റൊരു കാര്യം. അന്നും ഇങ്ങനെയായിരുന്നു, ഇന്നും ഇങ്ങനെയാണ്. അപ്പം ഈക്വാലിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കൽ 10-70 കൊല്ലം നോക്കിയിട്ടും അവിടെ പലപ്പോഴും നടന്നിട്ടില്ല. പക്ഷേ റഷ്യയുടെ പല പട്ടണങ്ങളും അവർ ഏറ്റവും മികച്ചതാക്കാൻ ശ്രമിച്ചു. ലോകത്തിൻ്റെ മുമ്പിൽ അവർ കാണിച്ചു കൊടുത്തത് മുഴുവൻ നമ്മൾ കണ്ട സാഹിത്യത്തിലൂടെ കണ്ടതൊക്കെ ഈ പറഞ്ഞ ഒരു റഷ്യയുടെ ഒരു വരേണ്യ വിഭാഗത്തിൻ്റെ കഥകളായിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ സ്വിറ്റ്സർലൻഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ കുറച്ച് വളർന്ന രാജ്യങ്ങളാണ്. ഇപ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സിലൊക്കെ മുകളിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്. അവിടെയൊക്കെ പൈതൃകമൊക്കെ സംരക്ഷിക്കുന്നതും ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുടിലുകളൊക്കെ സംരക്ഷിക്കുന്നതും ഒക്കെ അവരുടെ ഒരു ദാരിദ്ര്യം കൊണ്ടല്ല, അതൊരു വേറൊരു വിഷനാണ്. അത് അങ്ങനെ തന്നെ ആയിരിക്കുന്നതിൽ അവരൊക്കെ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? ഈ ജനസമൂഹത്തിൻ്റെ വീക്ഷണങ്ങൾ പലയിടത്തും പലതാണ്, വ്യത്യസ്തമാണ്. ഇപ്പം പാരമ്പര്യത്തിൽ വലിയ ബോധം പുലർത്തുന്നവരാണ് യൂറോപ്യന്മാർ പൊതുവെ. അവരാണല്ലോ പാരമ്പര്യത്തിൻ്റെ ഒക്കെ മൊത്തം ആൾക്കാരെന്നാണല്ലോ അവർ വിശ്വസിക്കുന്നത്. അവിടെ നിന്നാണല്ലോ ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക്, ന്യൂസിലാൻഡിലേക്കും ആണെങ്കിലും അമേരിക്കയിലേക്കാണെങ്കിലും ഈ വെള്ളക്കാരെന്ന് പറയുന്നൊരു സമൂഹം അവിടെ നിന്നാണല്ലോ പല വഴിക്ക് പോയിട്ട് അവരുടെ നാടുകൾ ഉണ്ടാക്കിയത്. ലാറ്റിൻ അമേരിക്കയിലേക്ക് പോലും സ്പെയിനിൽ നിന്നൊക്കെയാണ് ആളുകൾ പോയത്. അപ്പം യൂറോപ്യൻസിൻ്റെ പൊതുവായിട്ടുള്ളൊരു ചിന്ത എന്ന് പറയുന്നത് അവരുടെ ഈ പാരമ്പര്യത്തിൽ വലിയ അഭിമാനബോധം പുലർത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പഴയ കാലഘട്ടത്തെ അവർ സ്മരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആ പഴയ കാലഘട്ടത്തിൻ്റെ ഏത് വസ്തുവിനെയും അവർ സംരക്ഷിച്ച് നിലനിർത്താൻ ആഗ്രഹിക്കുന്നു. അവർക്ക് ദുരന്തമുണ്ടാക്കിയെന്നാണെങ്കിലും അവർക്ക് നേട്ടമുണ്ടാക്കിയതെന്നാണെങ്കിലും രണ്ടിനെ സംരക്ഷിച്ച് നിർത്തും. അതുകൊണ്ടാണല്ലോ 2ാം ലോകമഹായുദ്ധത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലോകത്തെല്ലായിടത്തും, പ്രത്യേകിച്ച് യൂറോപ്പിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ട് അതെല്ലാം ഇന്നും നമുക്ക് ചെന്നാൽ കാണാൻ പറ്റും. അവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പ് നിന്നതിനെ സംരക്ഷിച്ചിട്ടുണ്ട്. ജർമ്മനി തന്നെ, അവരാണ് മറ്റുള്ളവർ ഈ ക്രൂരത മുഴുവൻ ചെയ്തത്. ആ ജർമ്മനി തന്നെ അവർ ക്രൂരത ചെയ്ത സ്ഥലങ്ങളെല്ലാം ഇന്ന് സംരക്ഷിച്ച് നിലനിർത്തിക്കുക, മ്യൂസിയം ആക്കി മാറ്റിയിരിക്കുക. ജർമ്മനിയുടെ നടുക്കൂടെ, ബെർലിൻ്റെ നടുക്കൂടെയുള്ള ബെർലിൻ വാള് അത് മുഴുവൻ പൊളിച്ചു കളഞ്ഞെങ്കിലും ഇങ്ങനെയൊരു മതിലുണ്ടായിരുന്നു കാണിക്കാൻ വേണ്ടി 150 മീറ്റർ അവർ നിലനിർത്തിയിട്ടുണ്ട് ഇപ്പോഴും. ഇങ്ങനെയൊരു മതിൽ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അടുത്ത തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ ചരിത്രബോധം എന്ന് പറയുന്നത് അവർക്കുണ്ട്. ഈ ചരിത്രബോധം ഉള്ളവർ ഇത്തരം കാര്യങ്ങളെ സംരക്ഷിക്കും. നമുക്ക് ചരിത്രബോധം ഇല്ലാത്തതിൻ്റെ കാര്യം നമുക്ക് അങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ ഇല്ല. നമുക്ക് ചരിത്രബോധവും സാംസ്കാരിക ബോധവും കലാബോധവും കൂടെ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ കൊടുക്കണം. അത് നിർബന്ധമാണ്. ഈ ചരിത്രം അറിയാത്ത ഒരാൾക്ക് മുമ്പോട്ട് കുതിക്കാനുള്ള ആശയങ്ങൾ കിട്ടില്ല. നമ്മളുടെ എക്സ്പീരിയൻസസ് ആണല്ലോ, എക്സ്പീരിയൻസസും ആണല്ലോ ചരിത്രം എന്ന് പറയുന്നത്, അല്ലേ? അനുഭവങ്ങളുടെ ആകത്തുകയാണ് ഈ ചരിത്രം എന്ന് പറയുന്നത്. അനുഭവം ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് നാളെക്കുറിച്ച് സ്വപ്നം കാണാൻ പറ്റുക? ഈ ലോങ് ജമ്പ് പോലെയാണ് ഒരു മനുഷ്യൻ്റെ കുതിപ്പ്. നിങ്ങൾ എത്ര പുറകിൽ നിന്ന് ഓടി വരുന്നോ അതനുസരിച്ചാണ് മുമ്പോട്ടുള്ള ചാട്ടം. ചരിത്രം അറിയാത്തവൻ നിന്ന് തപ്പി ചാടുന്നവനെ പോലെയാണ്. ചരിത്രം അറിയുന്നവൻ ഓടി വന്ന് ചാടുന്നവനെ പോലെയാണ്. പുറകിൽ നിന്നുള്ള ആ വരവിലാണ് ഇവൻ ആ കുതിപ്പ് കിട്ടുന്നത്. അതാണ് അവരുടെയൊക്കെ വിജയത്തിൻ്റെ കാരണം. ഇപ്പം ചരിത്രം അറിയുന്ന ഒരാൾക്ക് ആ ചരിത്രത്തിലെ പിശകുകൾ പരിഷ്കരിച്ച് പുതിയ കാര്യം ചെയ്യാൻ പറ്റും. അതിലെ പാഠങ്ങളെല്ലാം അവൻ്റെ കയ്യിലുണ്ട്, ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒഴിവാക്കി പുതിയ കാര്യം ചെയ്താൽ മതി. ടെക്നോളജി വളരുന്നത് പോലും ചരിത്രത്തിൽ നിന്നല്ലേ. ഇപ്പം നമ്മളൊരു സോഫ്റ്റ്വെയർ പുതിയത് ഡെവലപ്പ് ചെയ്യുമ്പോൾ പഴയതിൻ്റെ കോഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. അത് വെച്ചിട്ടാണ് പുതിയ കോഡുകൾ എഴുതി ഉണ്ടാക്കുന്നത്.